എടാ കൊച്ചാപ്പി, എടാ എനിക്കൊരു ഐഡിയ കിട്ടി. എന്റെ ആങ്ങളയുടെ മോള് വന്നിട്ടുണ്ട്. അപ്പൊ അവള് പറയുവാണേ, ഞാനേ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ നിൽക്കാൻ. അല്ല എടാ, ഞാൻ നിക്കത്തൊന്നുമില്ല. പക്ഷെ അവള് പറയുക ഞാൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കാൻ പോകുവാന്ന് നമ്മുടെ പാർട്ടിക്കാരോട് പറഞ്ഞാല് അവർക്കൊരു പേടി ഉണ്ടാകുമല്ലോ, നമ്മുടെ വോട്ട് മറിയുമോന്ന്. ആ പേടി മൂലം എന്നെ നമ്മുടെ പാർട്ടിയിൽ സ്ഥാനാർത്ഥിത്വം കിട്ടുമെന്നാ ഇവള് പറയുന്നത്. ആ ഐഡിയ എങ്ങനെയുണ്ടടാ? ഇത് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ ഇലക്ഷന്റെ പെരുമാറ്റച്ചട്ടം ഒരു 300 ചില്ലുവൻ പ്രകാരം അത് പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഇത് ഏക്കുവെന്നാ അവളുടെ ഉറപ്പ്. ഇത് ഏറ്റ് കഴിഞ്ഞ ബമ്പറാ. എന്നാ ഈ ഐഡിയക്ക് നമുക്കൊന്ന് മുന്നോട്ട് പോയി നോക്കിയാലോ. ശരിക്കും അവരെങ്ങാനും പേടിച്ചിട്ട് എന്നെ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തിയ അത് നമ്മുടെ ഒരു ഭാഗ്യമല്ലേടാ. ഓ, അവസാന കൈക്ക് 18ാമത്തെ അടവെടുത്ത് ഇതങ്ങോട്ട് പയറ്റാൻ പോവുക. ഇതിൽ കിട്ടിയ നമ്മൾ പിടിച്ചു കയറും. പിടിച്ചു കയറാൻ പറ്റിയില്ലെങ്കിൽ നാടുവിടാൻ ഞാൻ എന്തായാലും നാടൊന്നും വിടത്തില്ല. ഇവിടെ തന്നെ ഉറച്ചു നിൽക്കും. സ്ഥാനാർത്ഥിത്വം മേടിച്ചെടുക്കുന്നവരെ ഞാൻ ഫൈറ്റ് ചെയ്യും. ഓക്കേടാ, താങ്ക് യു. പാർട്ടി ഓഫീസിൽ ചെന്നിട്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ പോകാന്ന് പറഞ്ഞ് ഒരു ഭീഷണി. ഇപ്പൊ തന്നെ പോയേക്കാം. മെമ്പർ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കാത്രേ. അതെങ്ങനെ ശരിയാവും? അതെങ്ങനെ ശരിയാവും ചോദിച്ചു കഴിഞ്ഞാൽ അവരങ്ങനെ ഒരു തീരുമാനം എടുത്തു. എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ശരിയല്ല. ആശാൻ അറിഞ്ഞാ? ആശാനെ വിളിച്ചിട്ട് കിട്ടണ്ടേ? ഏതോ കുതാമ്പി പോയി എടുക്കുക. നമുക്കേ അവർക്ക് ഏതൊരു അപരസ്ഥാനാർത്ഥി ഇറക്കിയാലോ? അത് കൊള്ളാവുന്ന ഒരു ഐഡിയ ആണ്. എൻ്റെ ഒരു എക്സ് ഉണ്ട്, അവളുടെ പേര് ഇതുപോലെ തന്നെയാ, ദേവകി. അവളാകുമ്പോൾ പൈസ കിട്ടുമെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? ഒരുപാട് എക്സ് ഉള്ളത് കൊണ്ട് പിന്നെ കുഴപ്പമില്ലല്ലോ അല്ലേ? ഞാനൊരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് നിന്നല്ല. എന്താ നിന്റെ തീരുമാനം? നിനക്ക് ഈ പഞ്ചായത്തിനല്ല, നിന്റെ വീട്ടിൽ നിന്ന് വോട്ട് കിട്ടുമോ? വാടാ, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞാൻ നിക്കണോണ്ട് നിന്റെ കിണിക്കാൻ പറഞ്ഞതല്ല. നീ ഒക്കെ അത്യാവശ്യം ഇപ്പൊ ഒരു ഫോളോവേഴ്സ് ഉണ്ട്. ഒന്നാമത് അത് ഞാൻ കണ്ടു. നിന്റെ കമന്റ് ബോക്സ് കണ്ടപ്പോഴേ മനസ്സിലായി അത്യാവശ്യം ഫോളോവേഴ്സ് ഉണ്ട്. അതൊക്കെ നിനക്ക് എതിരുള്ളവരോടാ. അത് നിനക്ക് തോന്നണം. പന്നൂക്കാണ് നിനക്ക്. വേറെ എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ പറ. ഈ അപരൻ കൊള്ളാം. അതിന് പൈസ വേണ്ടേ? പൈസ ഒന്നും വിഷയല്ലടാ. പൈസ എന്തിനാ? ആവശ്യത്തിനല്ലേ? എടുത്ത് വീശ. പൈസ ആരത്ത് വയ്ക്കും? നമുക്ക് പിരിവെടുത്താം. ആരത്ത് പോയിട്ട്? നാട്ടുകാരെന്ന് പിരിക്കും. പിന്നെ ഈ പാർട്ടികളൊക്കെ പിന്നെ എങ്ങനെയാ പിരിവ് നടത്തിയിട്ടല്ലേ നമ്മൾ ഇറങ്ങുന്നു. പൈസ നമുക്ക് ആശാന്റെ അടുത്ത് വാങ്ങാം. ബെസ്റ്റ്. ആശാൻ തന്നെ എൻ്റെ കടം വാങ്ങിച്ചിട്ട് ചോദിക്കണം. പിന്നെയാണ് ആശാനോട് ചോദിക്കണം. അല്ലാണ്ട് ഇപ്പൊ എവിടെ നിന്നാടാ? എടാ, ഇവിടെ റാണിയുടെ ഒരു കസിൻ വന്നിട്ടുണ്ട്. പുള്ളിക്കാരി ഒന്ന് മുട്ടി നോക്കിയാലേ ചിലപ്പോ ദേവകി മെമ്പറുടെ എന്തെങ്കിലും കിട്ടുമായിരിക്കും. അത് നല്ലൊരു ഐഡിയ ആണ്. വാ വാ നോക്കാം. വാ വാ ഇരിക്കട്ടെ, വാ ചോദിക്കാം. ഞാൻ നേരത്തെ ചോദിച്ചു. നീ ഇപ്പൊ ചോദിച്ചു? നേരത്തെ വന്നപ്പോ സംസാരിച്ചായിരുന്നു. ഹായ്, ഐ എം ദാസ് സഹായദ. ഞാൻ സൂര്യ. നമ്മള് മുന്നേ പരിചയപ്പെട്ടായിരുന്നല്ലോ. അല്ല, ദേവകി രേവതി മെമ്പർ ഇല്ലേ? അല്ല, രേവതി ദേവിക മെമ്പർ ഇല്ലേ? അതുണ്ടല്ലോ. എന്തേ വിളിക്കണോ? അല്ലല്ല, വേണ്ട വേണ്ട വേണ്ട. അല്ല, ഈ മെമ്പർക്ക് എവിടുന്ന ഈ ഒറ്റയ്ക്ക് നിൽക്കാനുള്ള ഐഡിയ ഒക്കെ കിട്ടിയേ? അത് എവിടെന്നെങ്കിലും കിട്ടിക്കാണും. നിങ്ങൾ എന്തിനാ അറിയുന്നത്? അല്ല, നമ്മളൊക്കെ ഒരു കുടുംബല്ലേ അല്ലേ? അതിന് നിങ്ങൾ വേറെ പാർട്ടിക്കാരല്ലേ? പാർട്ടി ഒന്നും ഇവിടെ പ്രസ്ഥാനമില്ല. പാർട്ടിക്കൊന്നും ഇവിടെ വലിയ കാര്യമില്ല. ഞങ്ങൾ എപ്പോഴും സപ്പോർട്ട് ഇവിടെ തന്നെ. ഈ കുടുംബത്തിലാണല്ലോ ഞങ്ങൾ എല്ലാരും അല്ലേ? ഞാൻ അത്രക്കില്ല. പറയടാ. ആയിക്കോട്ടെ. അല്ല, എന്നാലും ഐഡിയ വന്നു. അതിപ്പോ എവിടെന്നെങ്കിലും കിട്ടിക്കാണും. നിങ്ങൾ അറിഞ്ഞിട്ടപ്പോ എന്തിനാ? ഞങ്ങൾ അറിയേണ്ട കാര്യമുണ്ട്. എന്തിനാ? അല്ല, ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ല, കുഴപ്പമില്ല. അമ്മായിക്ക് അത് എവിടെന്നെങ്കിലും കിട്ടിയതാവും. എന്നാലും രേവതിക്ക് അറിയാതിരിക്കില്ല. രേവതിയോട് പറയാതെ അമ്മായി അങ്ങനെയൊന്നും ചെയ്യില്ല. ഇത് നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഒരാള് പറഞ്ഞു തന്നതാ. ഞങ്ങളുടെ കൂട്ടത്തിലോ? അതാര്? നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഒരു ഹൈറ്റ് അമ്മയായിട്ട് ഒരു ചേട്ടന്റെ പേരെന്തായിരുന്നു? ഉണ്ണികൃഷ്ണൻ. ഉണ്ണികൃഷ്ണൻ. ഉണ്ണിയേട്ടനാ പറഞ്ഞത്. ഉണ്ണിയേട്ടനല്ല, അവൻ പന്നിയേട്ടൻ. ഞാൻ പറഞ്ഞതാന്ന് അറിവ് വിശ്വസിക്കരുതെന്ന്. എന്തേ? അവനെ നമ്പരുത്. എന്തായാലും അമ്മായിക്ക് ഗുണം ഉണ്ടാവുന്നതല്ലേ? നിങ്ങളൊക്കെ സപ്പോർട്ട് ഉണ്ടാവില്ലേ? തീർച്ചയായിട്ടും.
അവൻ കാരണം ഞങ്ങൾ അവനൊന്ന് കണ്ടിട്ട് വരാട്ടാ. ഓക്കെ ബൈ. ഉണ്ണിക്കുട്ടനല്ല അവൻ. ഇഷ്ടമല്ലേ ഇഷ്ടമല്ലേ ഉള്ളിലായെന്നോടെന്നും ഇഷ്ടമല്ലേ ചൊല്ലു ഇഷ്ടമല്ലേ കൂട്ടുകാരി കൂട്ടുകാരി കൂട്ടിലോ നീയും ഞാനും മാത്രമല്ലേ ഒന്നും മിണ്ടുകില്ലേ ഇഷ്ടമല്ലേ ഇഷ്ടമല്ലേ മോനെ ഉണ്ണിക്കുട്ട, സ്വപ്നം കൊണ്ട് കിടക്കുക കുട്ടൻ. അല്ല എന്താ രണ്ടാളും കൂടെ? ഒന്നുമില്ലടാ, നീ ഒന്ന് എണീറ്റേ. എന്താടാ? വാ ഇങ്ങോട്ട് വന്നേ. വെളുത്തല്ലേ? കണ്ടാ നീ നല്ല കുട്ടപ്പന. ഇവിടെ ഒന്ന് വന്നേ. കൊഴപ്പൊന്നുമില്ലല്ലോ? കുഴപ്പമില്ലല്ലോ. നീ മെമ്പറിന്റെ വീട്ടിൽ പോയായിരുന്നാ? പോയാന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുതായിട്ടൊന്ന് പോയായിരുന്നു. അവിടെ ഒരു കൊച്ചിനെ കണ്ടായിരുന്നാ? നീ എന്താ പറഞ്ഞേ? കൊച്ചാണോ? ആ കൊച്ചിനെ ഞാൻ കണ്ടില്ല. ആണോ? കണ്ടില്ലടാ നീ. ഇവിടെ വാ. എന്നോടൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ഞാൻ എന്താ പറഞ്ഞേ? ഞാൻ എന്താ പറഞ്ഞേ? സഹിക്കുന്നതിലൊക്കെ ഒരു പരിധിയുണ്ട്. എന്താ, ഞാൻ പോയി കണ്ടു, സംസാരിച്ചു, ഐഡിയയും പറഞ്ഞു കൊടുത്തു. അതിനിപ്പോ എന്ത് വേണം? എന്തിനു? എടാ നിങ്ങളൊക്കെ റായിയുടെ പുറകെ നടക്കല്ലേ? ആരെങ്കിലും പുറകെ നടക്കാൻ ആഗ്രഹം ഉണ്ടാവില്ലേ? അതിന് നീ ഞങ്ങളെ ഒറ്റ കൊടുക്കൂല്ലേ? അതിന് നിനക്ക് എന്റെ കസിന്റെ. നിന്റെ കസിനാ? അത് നീ കെട്ടിട്ടൊന്നുമില്ലല്ലോ, അപ്പോഴേക്കാണ് നിന്റെ കസിനാവുന്നത്. കസിന റാണി എന്റെ ആകുമ്പോ കസിനല്ലേ? ഓ, നീ അവിടെ വരെ കിടന്ന് ശരിയായില്ലേ? നീ ഐഡിയ പറഞ്ഞു കൊടുത്ത എന്താ? അത് മാത്രം പറ. ഞാൻ ഐഡിയ പറഞ്ഞു കൊടുത്ത എന്താ? എന്താ പറഞ്ഞു? എന്തിനാ അങ്ങനെ വിഷമിക്കണേ? മെമ്പർക്ക് വേണമെങ്കിൽ സ്വന്തം സ്ഥാനാർത്ഥിയായിട്ട് നിന്നൂടെ? നല്ലതല്ലേ? ആ, അത്രേ ഞാൻ പറഞ്ഞു കൊടുത്തുള്ളൂ. അതിൽ അവൾ ഇംപ്രസ്ഡായി, അവള് വീണു. നീ പറഞ്ഞിട്ട് അവൾ ഇംപ്രസ്ഡ് ആയി. ആ, ഞങ്ങൾ വിശ്വസിക്കണം. യാ എടാ, അവൾക്ക് ഇപ്പൊ എന്നോട് മുടിഞ്ഞ പ്രായമാണ്, അതറിയോ? എന്നോട് ആ, അവൾക്ക് ആ, ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കും? വിശ്വസിക്കണ്ട. നിന്നൊക്കെ വിശ്വസിപ്പിച്ചിട്ട് നീ പോയി പറയണം. ഞങ്ങളുടെ മുമ്പിൽ വെച്ച് നീ അവളെ പോയിട്ട് പ്രപ്പോസ് ചെയ്യണം. വെല്ലുവിളിയാണോ? അതെ. അത് ഈ ഉണ്ണികൃഷ്ണനോട്? അതെ. എന്നാ ഞാൻ കാണിച്ചു തരാം. എനിക്ക് മാറിപ്പോടായിരുന്നു. പറ, നീ അവള് ശരിക്കും ഇഷ്ടാന്ന് പറഞ്ഞു? ഇവനെ കണ്ടിട്ടാ? ഇല്ല അല്ലേ? എന്താ ചേട്ടാ? അല്ല, ഐഡിയ ഒക്കെ പറഞ്ഞു കൊടുത്തായിരുന്നു മെമ്പർക്ക്. ആ പറഞ്ഞു കൊടുത്തു. സന്തോഷായില്ലേ? സന്തോഷായി. കൊറേ നേരം സംസാരിക്കാൻ പോലുണ്ടല്ലോ. എന്തോ കാര്യമായിട്ട് പറയണ്ടല്ലോ. മുഖം കണ്ടിട്ട് സെറ്റ് ആവും തോന്നില്ല. ഇവനാ ചിരിക്കണ്ടല്ലോ. ഇനി അങ്ങനെ സെറ്റ് ആക്കുവാൻ ചളി കോമഡി വല്ലതും പറഞ്ഞിട്ടുണ്ടോ? രേവതി ഹാപ്പി അല്ലേ? അതെ, ഞാൻ ഹാപ്പി ആയി. അപ്പൊ ഐ ലവ് യു. അല്ല, എനിക്കിഷ്ടമാണ്. ഐ ലവ് യു. അയ്യോ എന്താ ചേട്ടാ, നമ്മളതിനെ കണ്ടിട്ട് ഒരു ദിവസം പോലും ആയില്ലല്ലോ. അയ്യോ, കുട്ടി അത് കേട്ടിട്ടില്ല? പരിപൂർണ്ണ നേരം പരിചിതരായി. ഐ ലവ് യു. ഞാൻ ഓൾറെഡി കമ്മിറ്റഡാ. അതിനിപ്പോ എന്താ, കമ്മിറ്റി കൂടി നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് പരിഹരിക്കാം. അയ്യോ അതല്ല, എനിക്ക് വേറൊരാളെ ഇഷ്ടമാണെന്ന്. ചേട്ടന് എന്നെക്കാളും നല്ല പെൺകുട്ടിയെ കിട്ടും. ഇത് തന്നെയാണ് ഞാൻ അവസാനം വരെ കണ്ട പെൺപിള്ളേരെ എല്ലാവരും പറഞ്ഞത്. പക്ഷെ എനിക്ക് ചേട്ടനെ കിട്ടാനുള്ള ഭാഗ്യമില്ല. ശരിയാ, ചേട്ടന് നല്ല പെൺകുട്ടിയെ കിട്ടും. ശരി, എന്നാ ഞാൻ പോട്ടെ. അതും പോയി. മോനെ, എനിക്കാരും കാണണ്ട, എനിക്ക് സങ്കടമൊന്നുമില്ല, എന്നെ ആരും ആശ്വസിപ്പിക്കും വേണ്ട. അതിന് നിന്നോടൊന്നും ചോദിച്ചില്ലല്ലോ ഞങ്ങള്. അങ്ങനെ 168ാമത്തെ പെൺകുട്ടിയും എന്നെ അർഹിക്കുന്നില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഫോട്ടോയുടെ കൂട്ട അവളെന്താ പറഞ്ഞത് എൻ്റെ അടുത്ത്? കണ്ടതല്ലേ, പിന്നെ എന്താ ചോദിക്കാൻ നിൽക്കണം? എന്നാലും കേൾക്കുമ്പോ ഒരു മനസ്സുഖം. നമുക്ക് സുഖമൊക്കെ ഉണ്ടാവും. പറഞ്ഞത് എന്നല്ലേ, പക്ഷെ നീ നോക്കോ,
അവളിവിടുന്ന് പോകുന്നതിന് മുന്നേ ഞങ്ങൾ കമ്മിറ്റി കൂടിയിരിക്കും. കമ്മിറ്റിയോ? കമ്മിറ്റഡ് ആയിരിക്കും. പോകുന്നവരെ സമയമുണ്ടല്ലോ, നിങ്ങൾ നോക്കൂ. ആദ്യം നീ ആ സ്പെല്ലിംഗ് ഒന്ന് മര്യാദയ്ക്ക് പഠിക്കും. അത് ഞാൻ പഠിച്ചോളാം കേട്ടോ. നോട്ടെ 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 നോക്കട്ടെ. ഒന്നുമില്ല, ഞാൻ അതിനുള്ള തന്ത്രങ്ങൾ ഞാൻ ആലോചിക്കട്ടെ. ഡിസ്റ്റർബ് ചെയ്യല്ലേ. പയ്യേ ഓ പോ പോടാ പോടാ പോ 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 പോ.